എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കുറച്ച് ലേറ്റ് ആണ് എങ്കിലും ഇരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിൻസസ് കട്ട് മോഡലിൽ വന്നിട്ടുള്ള ഒരു അംബ്രല ഡ്രസ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ടോപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു അനാർക്കലി പോലെ അതിലേക്ക് ഒരു ബോട്ടവും ഷാളും പെയർ ചെയ്താൽ ഒരു അനാർക്കലി പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സായി ചെയ്യണമെങ്കിൽ അങ്ങനെ. അതിന് വേണ്ടി ഞാനിവിടെ 2 ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. യോക്കും അതുപോലെ തന്നെ സ്ലീവും ചെയ്യാൻ വേണ്ടിയിട്ട് റയോണിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. താഴേക്ക് സ്കേർട്ട് പോർഷനിലേക്ക് ക്രേപ്പിന്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ. നമ്മൾ ഈ ലൈനിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല, കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ലൈനിങ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് ആഡ് ചെയ്യാം. ഇനി അതല്ല യോക്കിൽ മാത്രം ലൈനിങ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ യോക്കിൽ മാത്രമാണ് കൊടുക്കുന്നത്. നമ്മളിത് പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്യുന്നത് യോക്ക്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാറ്റേൺ മേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലുള്ള പേപ്പർ ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ ന്യൂസ് പേപ്പർ എടുത്താലും മതി. ഒരു പേപ്പറിൽ റെഫറൻസ് ആയിട്ട് ഒരു പാറ്റേൺ കട്ട് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ 12 ഇഞ്ച് വിഡ്ത്തും 15 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ടൊന്നല്ല ഇട്ടിരിക്കുന്നത്. ഈ ഒരു പീസ് ഇങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കാരണം നമ്മളൊരു പാറ്റേൺ മാത്രം വരയ്ക്കുകയാണല്ലോ. യോക്കിന് ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 15 ഇഞ്ച് ലെങ്ത് എടുത്തത്. അതുപോലെ തന്നെ വിഡ്ത്ത് 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്ത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. എൻ്റെ സാധാരണ ഷോൾഡർ എന്ന് പറയുന്നത് 7 ആണ്. ആ 7 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലേക്കും നിങ്ങൾ നെക്കിന് ഇറക്കം ഓവർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷോൾഡർ കുറയ്ക്കണം. പിന്നെ നിങ്ങൾ കോളർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷോൾഡർ കൂട്ടണം. ഇവിടെ നമ്മൾ ഇതൊന്നും തന്നെ ചെയ്യാത്തത് കൊണ്ട് നോർമൽ ഷോൾഡർ എത്രയാന്ന് വെച്ചാൽ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് 1 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ഷോൾഡറിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഷോൾഡർ സ്ലോപ്പ് എത്രയാന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നെക്ക് വിഡ്ത്ത് ആയിട്ട് ഞാനൊരു 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 3.25 ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ചരിച്ചു വരയ്ക്കുന്നുണ്ട്. അതായത് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഷോൾഡർ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങളുടെ ആം ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആം ഹോളിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ 7 ആണ്, ആ 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. ഈ എൽ ഷേപ്പിൽ വരച്ചിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്ന ഭാഗം. അവിടെ എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെസ്റ്റിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ളത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 4 ഭാഗം വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെ കേസിൽ 9 ആണ്. ആ 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, 2 ഇഞ്ച് മാത്രമേ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ പ്രിൻസസ് കട്ട് ആണെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. നോർമൽ മാർക്കിംഗ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിൽ ആം ഹോൾ വരയ്ക്കണം. ബാക്കിൽ ആം ഹോൾ ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ ആം ഹോൾ വരച്ച പോയിന്റിൽ ഉള്ളോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ വരയ്ക്കാം. ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കുഴിച്ചു വരയ്ക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യുക മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അത് പോയിട്ട് കാണാം കേട്ടോ. നിങ്ങൾ ബിഗ്നേഴ്സ് ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി താഴ്ഭാഗത്ത് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 8 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സീം അലവൻസുകൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് നമ്മുടെ ഒരു യോക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. നമ്മൾ പ്രിൻസസ് കട്ട് ആക്കിയിട്ടില്ല. നോർമൽ ഒരു യോക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുക അതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതേപോലെ ലൈനിങ് 2 മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ലൈനിങ് ആണ് എടുത്തത് കേട്ടോ. ലൈനിങ് മേടിക്കുന്ന സമയത്ത് സെയിം കളർ മേടിക്കുക. അതല്ല കയ്യിലുള്ള ഏതെങ്കിലും ക്ലോത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിസിബിൾ ആവാത്ത ക്ലോത്ത് എടുക്കുക. നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട്. അതിന് ഇതേപോലെ 2 മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 മടക്കിയിട്ടിട്ടുള്ള ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാറ്റേൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാറ്റേൺ എങ്ങനെയാണോ അത് പ്രകാരമാണ് കട്ട് ചെയ്യുന്നത്. എക്സ്ട്രാ ഒന്നും എവിടെയും സീം അലവൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പാറ്റേൺ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിലെ പീസായി. ഇനിയാണ് നമ്മൾ ഇതിന് പ്രിൻസസ് കട്ട് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് ബാക്കിലെ ആം ഹോൾ പ്രകാരമാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇനി ഈ ബാക്കിലുള്ള ആം ഹോള്
നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത 9 ഉള്ള പോയിന്റ് ഉണ്ടല്ലോ, അതായത് 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിന്റ് എടുക്കണ്ട. ആ 9 വരെ എങ്ങനെയാണോ ആം ഹോളിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പ്രകാരം ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളക്കുക. അപ്പൊ എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 8ന്റെ പകുതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഈ 4 ഇഞ്ച് മുകളിൽ നേരെ താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ അല്ല ബാക്കിലെ ആം ഹോൾ ആണ് ചെയ്തത്. അപ്പൊ ബാക്കിലെ ആം ഹോളിൽ വേണം ഇതേപോലെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന്റെ ലെങ്ത് ആണ്. അതായത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന്റെ സെന്റർ ഭാഗത്തുള്ള ലെങ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. അതോടൊപ്പം ഞാൻ സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുക്കാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേപോലെ ലെങ്ത് എടുക്കുക. അപ്പോൾ എൻ്റെ കേസിൽ 9.5 ഇഞ്ചാണ്. എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ 9.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ സീം അലവൻസ് ചേർക്കണം. കാരണം നമുക്ക് മുകൾ ഭാഗം ഷോൾഡർ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഹാഫ് ഇഞ്ചും കൂടി ചേർത്തിട്ട് 10 ഇഞ്ച് ഞാൻ ഇതേപോലെ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇതേപോലെ ഒരു ഡോട്ട് ഇട്ടിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബസ്റ്റിൻ്റെ അളവാണ്. മുകളിൽ ഇരിക്കുന്നത് ചെസ്റ്റിന്റെ അളവ്, താഴെ ഇരിക്കുന്നത് വേസ്റ്റിന്റെ അളവ്, നടുക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് നമ്മുടെ ബ്രസ്റ്റിന്റെ അളവാണ് കേട്ടോ. ഇനി ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് 2 ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള, അതായത് നമ്മുടെ നിപ്പിളുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് അളന്ന് നോക്കുക. അതും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ സ്ക്രീനിൽ ഇമേജ് കൊടുക്കാം. ഇതുപോലെ വേണം നിങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. കാരണം നമ്മളിവിടെ ക്ലോത്ത് മടക്കിയിട്ടാണല്ലോ ഇടുന്നത്, അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഞാൻ ഇതേപോലെ 4 ഇഞ്ച് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലാണ്ട് എൻ്റെ അളവല്ല. നിങ്ങൾ നിങ്ങളുടെ അളവ് എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സീം അലവൻസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യും. അതുകൊണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ സീം അലവൻസ് ഒന്നും അതിലേക്ക് ആഡ് ചെയ്യണ്ട കേട്ടോ. കറക്റ്റ് എത്രയാണോ നിങ്ങളുടെ അളവ് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതേ പോയിന്റ് തന്നെ നമ്മൾ താഴെയും മാർക്ക് ചെയ്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതേ ലൈൻ തന്നെ നമ്മൾ ചെസ്റ്റ് അളവിലേക്ക് ഒന്ന് ചേർത്ത് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കേട്ടോ. നമ്മൾ ചേർത്ത് ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ബാക്കിലുള്ള ആം ഹോളിന്റെ സെന്റർ കണ്ട് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റും നമ്മുടെ ഈ ചെസ്റ്റ് അളവിലേക്ക് നമ്മളിപ്പോൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ ലൈനും കൂടി ചേർത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു. ഇപ്പൊ ഇരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അതായത് താഴേന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു, മുകളിൽ നമ്മൾ ഇതേപോലെ ആംഗിൾ ആയിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് അവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ചെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ലൈനിന് നേരെ താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ നമ്മൾ ആംഗിൾ ആയിട്ട് വരച്ച ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഫ്രഞ്ച് കർവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ജസ്റ്റ് നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത അളവ് മാത്രമാണ്. അല്ലാണ്ട് മീഡിയം സൈസിന്റെ, ലാർജ് സൈസിന്റെ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ഈ അളവില്. ഇനി ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചാലും മതി. അറിയാത്തവർക്ക്, ബിഗിനേഴ്സിന് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ആം ഹോളിന്റെ ഭാഗത്ത് ചുളിവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വരച്ചിരിക്കുന്ന ആ ഒരു ആംഗിൾ ആയിട്ട് വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ 2 ഭാഗത്തായിട്ട് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 1/4 ഇഞ്ച് എന്ന് പറയുന്നത് 1/4 ഇഞ്ച്, 2 പോയിന്റുകൾ. ആ 2 പോയിന്റ് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഫസ്റ്റത്തെ പോയിന്റ് സെന്ററിലേക്ക് യോജിപ്പിച്ച് വരയ്ക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റും നമ്മൾ ഈ കർവ് ചെയ്ത് വരച്ച ആ പോയിന്റിലേക്ക് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് കഴിയുന്നതും നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്ത് ചുളിവുകൾ ഒഴിവാക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റിന്റെ ഭാഗത്ത്, താഴ്ഭാഗത്തേക്ക് വരാം. താഴ്ഭാഗത്ത് നമ്മൾ ഇപ്പം വരച്ചു വെച്ചിരിക്കുന്ന ലൈനിന് ഉള്ളോട്ടേക്കായിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 1 ഇഞ്ച് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത ആ ലൈനിന് യോജിപ്പിച്ച് സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. കർവ് ഒന്നുമില്ല, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ
വിടുത്തുനിന്ന് നമ്മൾ താഴ്ഭാഗത്ത് ഒരു 1 ഇഞ്ച് നമ്മൾ ഇതേപോലെ കുറച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഒരു പീസ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്ന സമയത്ത് വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഈ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ ഈ വരച്ച ലൈന് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്ത് ആ 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊരു ഡാട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇതേപോലെ ഒരു വേസ്റ്റേജ് ഉണ്ട്. അതായത് ഈ പേപ്പർ നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സെന്ററിലുള്ള പേപ്പറും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതിന് ഈ ഒരു ഷേപ്പാണ് നമുക്ക് ഉണ്ടാവുക. ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു ഷേപ്പ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ കറക്റ്റ് അളവ് പ്രകാരമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ പാറ്റേണിൽ ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിൽ ആം ഹോൾ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ ആം ഹോൾ ആയിട്ടും കൂടി ഒന്ന് കട്ട് ചെയ്യണം. ഇതേപോലെ ഫ്രണ്ടിൽ ആം ഹോൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക. കാരണം ഇവിടെ നമ്മൾ പാറ്റേൺ ഒരു സൈഡിലേക്ക് മാത്രം കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ പാറ്റേൺ പ്രകാരം കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോത്തിന് ഇതേപോലെ രണ്ടാക്കി മടക്കണം. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഈ സെന്ററിലുള്ള പീസ് അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. സൈഡിലുള്ള അളവുകളൊക്കെ അതേപോലെ ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട്. വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് വെച്ച് നമുക്ക് കട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. ഇതേപോലെ ഷോൾഡറിന്റെ ഭാഗം, ഷോൾഡർ സ്ലോപ്പിന്റെ ഭാഗം, ആം ഹോളിന്റെ ഭാഗം ഒക്കെ കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ പാറ്റേൺ അതുപോലെയാണ് വരയ്ക്കുന്നത്. എവിടെയാ വ്യത്യാസം വരുന്നത്? നമ്മൾ ആ പ്രിൻസസ് കട്ടിന് ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. വേറെ എല്ലാ ഭാഗവും ഒരേപോലെ എങ്ങനെയാണോ പാറ്റേൺ എന്ന് വെച്ചാൽ അതേപോലെയാണ്. ഈ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് എക്സ്ട്രാ കൺസിഡർ ചെയ്യണം. ആ സീം അലവൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ വേണം നമ്മൾ എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് പ്രകാരം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ സെൻറ്റർ പീസ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സൈഡിലുള്ള പീസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക. രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുക. ഈ പീസ് വെക്കുന്ന സമയത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് അടുപ്പിച്ചിട്ടല്ല വെക്കേണ്ടത്, കുറച്ച് വിട്ടിട്ടാണ് വെക്കേണ്ടത്. വിട്ട് വെച്ചിട്ട് സൈഡിലുള്ള അളവൊക്കെ അതേപോലെ മാർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേസ്റ്റിന്റെ ഭാഗത്ത് നമ്മളൊരു 1 ഇഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മുടെ ചെസ്റ്റ് പോയിന്റും ഈ വേസ്റ്റ് പോയിന്റും നമ്മൾ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ ഉള്ളോട്ട് വരുന്ന ഭാഗത്ത്, അതായത് നമ്മൾ പ്രിൻസസ് കട്ട് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് മാത്രമായിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. നന്നായിട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. നേരത്തെ നമ്മൾ സെന്റർ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് മാത്രമേ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ, പാറ്റേണും മെയിൻ ക്ലോത്തും തമ്മിൽ. ഇവിടെ നമുക്ക് ഈ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആ വേസ്റ്റിന്റെ ഭാഗത്ത് ഒരു 1 ഇഞ്ചിന്റെ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റിന്റെ ഭാഗം മാത്രം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് ചെരിച്ച് വരച്ചിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് പ്രകാരം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. 2 പീസ് നമുക്ക് ഇതേപോലെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആയിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പ്രിൻസസ് കട്ട് എങ്ങനെ നല്ല ഷേപ്പോട് കൂടിയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കേർട്ട് പോർഷന്റെയും സ്ലീവിന്റെയും കട്ടിംഗ് ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. സ്കേർട്ട് പോർഷനിലേക്ക് ഞാൻ അംബർലയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അംബർലേന്റെ കട്ടിംഗ് എങ്ങനെയാണെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി കാണാം. ഞാൻ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. സ്കേർട്ട് പോർഷൻ അംബർല മോഡൽ തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീറ്റഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലീവ് ഞാൻ ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. നിങ്ങൾക്ക് ബലൂൺ സ്ലീവ് തന്നെ കൊടുക്കണം എന്നില്ല, പഫ് സ്ലീവ് ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. മെയിൻ ക്ലോത്തിന്റെ അടിയിലായിട്ട് ലൈനിങ് ഞാൻ ഇതേപോലെ ഒന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സെന്ററിലുള്ള പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് സൈഡിലുള്ള പീസിന്റെ നല്ല വശം എടുക്കുക. എന്നിട്ട് കുറച്ച് ആ ആം ഹോളിന്റെ ഭാഗം കുറച്ചൊന്ന് ഇതേപോലെ മുകളിലേക്കൊന്ന് പൊക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 പീസും കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തത്. ആ 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ആ പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മെല്ലെ സമയം എടുത്ത് പതിയെ ചെയ്യുക. ഒരു കാരണവശാലും വലിച്ചു പിടിച്ച് ആ ക്ലോത്തിന്റെ അലൈൻമെന്റ് തെറ്റിക്കരുത്. വളരെ ഫ്രീ ആയിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും.
എൻഡൊക്കെ കറക്റ്റ് സെയിം ആയിട്ട് നമുക്ക് വരും. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഓവർലോക്ക് ഉള്ള മെഷീനാണെന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 3.25 ഇഞ്ചാണ് നെക്കിന് വെടുത്തായിട്ട് എടുത്തിട്ടുള്ളത്. ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിന് ഇറക്കമായിട്ട് ലെങ്ത് ആയിട്ട് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ സ്വീറ്റ് ആർട്ട് നെക്ക് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ സ്ക്വയർ നെക്ക് വരച്ചാൽ പോകേണ്ടത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് ഈ സ്ക്വയർ നെക്കിന്റെ എൻഡിൽ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ലൈൻ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ലൈനിന്റെ പുറത്തേക്കാണ് കേട്ടോ, ഉള്ളോട്ടല്ല, പുറത്തേക്ക് ഒരു 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1/2 ഇഞ്ച് വേണമെങ്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം, 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം വൈഡ് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോളം ഭംഗിയായിരിക്കും നെക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു 1/4 ഇഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ നെക്കിന് ലെങ്ത് മാർക്ക് ചെയ്ത 6.5 ഇഞ്ചിന്റെ പോയിന്റും കൂടി ചേർത്ത് ഇതുപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോയിന്റും നമ്മുടെ മുകളിൽ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ഇതേപോലെ ഒന്ന് ചരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ സ്വീറ്റ് ആർട്ട് നെക്ക് കിട്ടി. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം. എനിക്ക് നെക്ക് കുറച്ച് അടുപ്പിച്ച് വന്നതുപോലെ തോന്നി. അപ്പൊ നിങ്ങൾ ഞാൻ ഈ താഴേന്ന് മുകളിലേക്ക് 3 ഇഞ്ച് എടുത്ത ഭാഗത്ത് നിങ്ങൾ അത്രയും എടുക്കണ്ട. അത്രയും എടുക്കുമ്പോൾ നമ്മുടെ നെക്ക് വല്ലാണ്ട് ഇങ്ങനെ നെക്കിന്റെ ഭാഗത്തേക്ക് അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചൊക്കെ എടുത്തിട്ട് ഈ ഷേപ്പ് വരച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ നെക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ട് വരുള്ളൂ. ഇങ്ങനെയുള്ള നെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വൈഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ കൂടി പിടിച്ച പോലെ ഇരിക്കും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം അതൊന്ന് എടുത്ത് പറഞ്ഞത്. അപ്പൊ ആ 3 ഇഞ്ച് എടുത്തോടത്തിൽ നിങ്ങൾ അത്രയും എടുക്കണ്ട. അപ്പൊ വല്ലാതെ നമ്മുടെ നെക്ക് ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ബാക്കിലേക്ക് നമ്മൾ 3.25 ഇഞ്ചിൽ ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തത്. ഇതെല്ലാം ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ അയൺ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക. അതായത് പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. രണ്ടും സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണോ നമ്മുടെ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിലുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മൾ ആ സെന്ററിൽ വരുന്ന ഷേപ്പ് ഒക്കെ എത്തുമ്പോൾ നന്നായിട്ടൊന്ന് അവിടെ ഒരു കട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഈ നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ നെക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സെയിം ഇതേപോലെ തന്നെയാണ് ബാക്കിലേക്ക് ഷേപ്പ് ഒന്നുമില്ല, ജസ്റ്റ് റൗണ്ട് നെക്ക് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല വശത്തിന് മുകളിൽ ആ നെക്ക് വെക്കുക, സ്റ്റിച്ച് ചെയ്യുക, മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പ്രിൻസസ് കട്ട് മോഡലിൽ വന്നിട്ടുള്ള അംബർല ഡ്രസ്സാണ് ഞാൻ ഇന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് പാന്റും ഷാളും വെച്ചിട്ട് ഒരു അനാർക്കലി മോഡലായിട്ട് പെയർ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ ഒരു പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് നല്ല രീതിയിൽ നമ്മുടെ ആ ബ്രസ്റ്റ് പോയിന്റിന്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്തത് എങ്ങനെ മാക്സിമം ഷേപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.